ഹലോ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പാട്ട് അധികം പഠിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാം. അതും നമ്മുടെ സ്റ്റുഡിയോയിൽ പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു മിതമായ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, പാട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോണിൽ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നത്. നമുക്ക് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഈ ആപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൽ തന്നെ എഫക്റ്റും കൊടുക്കാൻ പറ്റും. നമുക്ക് ആ പാട്ട് പാടിയതിന് ശേഷം നമുക്കത് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റും നമുക്കതിൽ കൊടുത്ത് നല്ല സുഖകരമായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാട്ട് ഡ്രൈ ആയിട്ട് പാടണതും പിന്നെ എഫക്റ്റ് ഇട്ട് പാടണതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നോക്കാൻ പോവാണ്. ഓക്കെ, എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചു നാദാ എന്നെ നീയാക്കി മാറ്റിടേണം. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചു നാദാ